ഹലോ കൂട്ടുകാരെ, വീണ്ടും അടുക്കള പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നെ വന്നു. ഡോറയ്ക്ക് വയ്യ കേട്ടോ, ഭയങ്കര പനി, ബോഡി ഫുള്ള് പെയിന്, ജോയിൻസിനും മസിൽസിനും എല്ലാം ഭയങ്കര വേദന, എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുവാണ്. ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ ഗബ്രൂട്ടനും വയ്യ, ഗബ്രൂട്ടനും ഭയങ്കര മൂക്കൊലിപ്പും കാര്യങ്ങളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെനിഞ്ഞാന്ന് രാത്രി തൊട്ട് മെനിഞ്ഞാന്ന് രാത്രി കുഞ്ഞിന് തീരെയും വയ്യായിരുന്നു. അതിൻ്റെ ഇതിൽ നല്ല രീതിയിൽ മെനിഞ്ഞാന്ന് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഒരു 3-3:30 ആയപ്പോഴാണ് ഞാൻ ഉറങ്ങിയത് മെനിഞ്ഞാന്ന്. പിന്നെ ഇന്നലെയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേക്കുമായിരുന്നു, ഉറക്കം തീരെ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെ ആണെങ്കിൽ നമുക്ക് അടുക്കളയിൽ കയറി പാചകത്തിലോട്ട് കിടക്കാം എന്നുള്ളത്. അപ്പം ഇത്രയും ദിവസം ഞാനാണെങ്കിൽ ഷോർട്സ് വഴിയല്ലേ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയിട്ടിടാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും. ആക്ഷേപങ്ങളല്ല, അഭിപ്രായമായിരിക്കണം. പിന്നെ എന്നെ എത്ര ആക്ഷേപിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മാറാൻ പോകുന്നില്ല, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പവും കിഴങ്ങറിയാണ്. കുറേ നാളായി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്. എനിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കിഴങ്ങറിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടിയപ്പവും കിഴങ്ങറി ഉണ്ടാക്കാമെന്ന്. അപ്പം മാവെടുത്ത് വെച്ചു, പച്ചക്കറി ഇല്ലായിരുന്നു. അപ്പം ഞാൻ മാർക്കറ്റിൽ പോയി ഒരു കിറ്റും 1/2 കിലോ കിഴങ്ങും അതുപോലെ തന്നെ 20 രൂപയുടെ കറിവേപ്പ് വാങ്ങിച്ചു. കറിവേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏത് കറിയാണെങ്കിലും കറിവേപ്പ്, മല്ലിയില, പുതിനയില എനിക്ക് ഇതിലേക്ക് പറ്റത്തില്ല. ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ കയറിയാലും കുറേ കറിവേപ്പും കാണും, കുറേ മല്ലിയിലയും പുതിനയിലയും കാണും. പിന്നെ 150 രൂപയുടെ കിട്ടായിട്ടത് ഇത്രയും സാധനമുണ്ട്. ഇതിൽ കുറച്ച് കിഴങ്ങുണ്ട്, അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ 1/2 കിലോ കിഴങ്ങ് എക്സ്ട്രാ മേടിച്ചത്. അപ്പോൾ നമുക്ക് പാചകത്തിലായിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കിഴങ്ങറിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് സവാള എടുത്ത്, കുറച്ച് പച്ചമുളക്, കിഴങ്ങ്, തക്കാളി എടുത്ത് 2 തക്കാളി എടുത്തുള്ളൂ കേട്ടോ. കിഴങ്ങ് കുറച്ച് കൂടുതലെടുത്ത്, കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണം, കറി കൂടുതൽ വേണം എല്ലാവർക്കും. അപ്പം ഇത്രയും ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, എല്ലാവർക്കും കൂടെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു. ഇനി നമുക്കാണെങ്കിൽ മാവ് തയ്യാറാക്കാം. ഇവിടെ വോൾട്ടേജ് ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇലക്ട്രിക് സ്റ്റൗവിലോട്ടാണ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറായി, ഇതുവരെ വെള്ളം തിളച്ചില്ല കേട്ടോ. മറ്റേത് പെട്ടെന്ന് വെള്ളം തിളയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു വോൾട്ടേജിൻ്റെ പ്രശ്നമായിരിക്കും. പിന്നെ അതിൽ നിന്ന് മാറ്റിയിട്ട് തൽക്കാലം ഗ്യാസിൽ ഉപയോഗിക്കാം. പിന്നെ പമ്പ് സ്റ്റൗവിൽ മണ്ണെണ്ണ തീർന്നു, അതിന് മേടിക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ ഇനി ജോലി ഇരിക്കുകയാണ്. നമുക്ക് മാവ് കുഴക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് മാവ് കുഴയ്ക്കാനുള്ള വെള്ളം തയ്യാറാക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ടു. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു, ഇത്രയും മതിയായിരിക്കും. നമുക്ക് അതിനകത്തേക്ക് ശകലം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം കൂടിയോ എന്നൊരു സംശയം കൂടി കാണത്തില്ലല്ലേ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മൈദാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. കുറച്ച് മൈദാപ്പൊടിയും കൂടി ചേർത്ത് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞ് വെച്ചു, സവാള തൊലിയെല്ലാം പൊളിച്ച് വെച്ചു. ഇനി അതും കൂടെ അരിഞ്ഞ് ഒന്നിച്ച് കുക്കറിനകത്ത് ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. സമയം ഒരുപാട് ലേറ്റ് ആവുന്നത്, അതുകൊണ്ട് എല്ലാം ഒന്നും കാണിക്കാത്ത. അപ്പോൾ നമുക്കിനി സവാളയും കൂടി അരിഞ്ഞ്, തക്കാളി, സവാളയും പച്ചമുളകെല്ലാം അരിഞ്ഞ് കിഴങ്ങിൻ്റെ കൂടെ ഇട്ടിട്ട് കുക്കറിലിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് വേവിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കിഴങ്ങ് കറി ഇതാ റെഡിയായി. നല്ല അടിപൊളി കിഴങ്ങ് കറി. പിന്നെ ഇവിടെ നമ്മുടെ ഇടിയപ്പവും റെഡിയായി, ബാക്കിയുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിൻസൊക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രിൻസേ? കൊള്ളായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചോറ് വയ്ക്കണം, മീൻകറി വയ്ക്കണം, രാവിലത്തെ കാപ്പിക്കുള്ളതെല്ലാം ആയി. ഇനി ഡോറയ്ക്ക് കൊടുക്കണം. ഡോറ കിടക്കുക വയ്യാതെ, ഡോറയ്ക്ക് ഇനി കൊണ്ടു കൊടുക്കണം, ഗബ്രൂട്ടനും കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഡോറയ്ക്കും ഗബ്രൂട്ടനും കൊടുക്കാവേ. ഡോറ എങ്ങനെയുണ്ട്? എരിവുണ്ടോ? ഇല്ലേ? എന്തോ ഇച്ചിരി നെയ്യ് ഒഴിച്ചായിരുന്നു. ഓ, കൊള്ളാവോ? ഗബ്രൂന് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടോ ഗബ്രൂന്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഓ മോൻ കഴിച്ചോ? ചൂടില്ല, തണുത്തയാ. മോൻ കഴിക്ക്. അവിടെ വെക്ക്, പോന്ന്, നിലത്ത് പോന്ന്.
അബ്ബ കഴിച്ചോളാം, മോനെ അവിടെ വയ്ക്ക്. ഓ ആയിക്കോട്ടെ. രാവിലത്തെ അടുക്കള പണി കഴിഞ്ഞു. കാപ്പിയെല്ലാം ഉണ്ടാക്കി. ചോറിനുള്ള വെള്ളം വെച്ചു. ഇനി മീൻ വെട്ടണം. പിന്നെ ഒരു തോരൻ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ അടുക്കള മൊത്തം കുളമായി കേട്ടോ. ഇന്നലെയാണ് ഡോറയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇന്നലെ അടുക്കളയിൽ ഡോറ ജോലിയൊന്നും ഒതുക്കിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു. കൂടാതെ ഇന്നിപ്പോൾ നമ്മൾ പാചകം ചെയ്ത രാവിലത്തെ കാപ്പിയുടെ പാത്രങ്ങൾ, പിള്ളേർ കഴിച്ച പാത്രങ്ങൾ, അങ്ങനെ കുറച്ച് പാത്രങ്ങൾ അല്ലാതെയും കിടപ്പുണ്ട്. മൊത്തത്തിൽ അടുക്കള കുളമായി. ഇത് മീനായിരിക്കും കേട്ടോ. ഇന്ന് നമ്മൾ അഴുതക്കോര കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പം മീൻ വെട്ടാൻ ഇനി പോകണം. മീനെടുത്ത് വെളിയിൽ കൊണ്ടുപോകണം വെട്ടാനായിട്ട്. മീൻ വെട്ടിയിട്ട് വന്നിട്ട് അരി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. വെള്ളം ഇരിക്കുന്ന അരി ഇട്ടിട്ട്. എനിക്കാണെങ്കിൽ 2-3 ദിവസമായിട്ട് ഉറക്കമില്ലല്ലോ. ഈ ഗബ്രൂട്ട്സനും വയ്യ, നമ്മുടെ ഡോറയ്ക്കും വയ്യാത്തതുകൊണ്ട് ഉറക്കമില്ല. വിളിക്കുമ്പോഴൊക്കെ എഴുന്നേറ്റ് ചെല്ലണം. അങ്ങനെ ഒന്നാമത് എനിക്ക് ഉറക്കമില്ല. ഞാൻ ഈ ഉറക്കമൊക്കെ പോയതുകൊണ്ട് ഈ സൈക്കാട്രിസ്റ്റ് മെഡിസിൻ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ തീരെ ഇപ്പോൾ ഉറക്കം ഒട്ടുമില്ല. എന്നുവെച്ചാൽ അവർക്കും കൂടെ വയ്യാതായി കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, പകൽ പോലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ. എനിക്കങ്ങ് ഉറക്കം വന്നിട്ട് വയ്യ, കണ്ണൊക്കെ കുരുങ്ങിയിരിക്കുക, അതോ മുഖത്ത് ഒരുമാതിരി ഇരിക്കുന്നത്. ഇപ്പം ഞാൻ വിചാരിച്ച് ചോറും കറിയും പെട്ടെന്നാക്കിയിട്ട് ഒരു ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാൻ. കാരണം എനിക്ക് ഭയങ്കര തലവേദന. എനിക്കൊരു പേടിയുണ്ട്, അന്നത്തെ ഉണക്കെങ്ങാണ് ഇനി BP കൂടുമോ, ഇനി അന്നത്തെ ഉണക്കെങ്ങാണ് തലയിറങ്ങി വീഴുമോ, എനിക്ക് ആ ഒരു പേടിയുണ്ട്. നോക്കിനി ബാക്കി മീനൊക്കെ ഒതുക്കി ചോറെല്ലാം വെച്ചതിന് ശേഷം കാണാം കേട്ടോ. ഞാനൊന്ന് മീൻ വെട്ടാൻ പോയപ്പോൾ ഭയങ്കരമായിട്ട് കാറ്റടിച്ച്. എനിക്ക് അപ്പോഴും ഒരു ചെറിയ ഡൗട്ട് കിട്ടി, ഞാൻ പുക പോകുന്നുണ്ട്. ഞാൻ ഓടി ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ അവസ്ഥ കാണിച്ചിരാവേ. ഇതുകൊണ്ട് കാറ്റടിച്ചിട്ട് നമ്മുടെ ഇത് തീ അണഞ്ഞു പോയി. അപ്പോൾ ഇതിൽ എയർ നിൽക്കുമല്ലായിരുന്നു, ഇപ്പോൾ ലൂസാക്കി എയർ നിൽക്കുമല്ലായിരുന്നോ, അത് ഫുള്ള് ഇറങ്ങിയിട്ട് മണ്ണെണ്ണ ഫുള്ള് ഇവിടെ എല്ലാം ആയിക്കണ്ട. ഇപ്പോൾ കത്തിക്കുമ്പോൾ കത്തും. ഇപ്പോൾ കർപ്പൂരം വെച്ച് കത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊരു വീഡിയോ ചെയ്താലും അത് എനിക്ക് സത്യസന്ധമാണ് എന്ന് തോന്നുന്ന വീഡിയോ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് സത്യസന്ധമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും വ്യൂവേഴ്സിനെ കിട്ടാനോ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടോ ഞാൻ ഇതുവരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. എല്ലാം ഞങ്ങൾ വീട്ടിൽ ഡെയിലി ചെയ്യുന്നവരും, ഞങ്ങളെന്നല്ല മറ്റോരോരുത്തരും വീട്ടിൽ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. അത് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു കണ്ടൻറ്റും ഇല്ല. നമ്മൾ സാധാരണക്കാരെന്താണ് ചെയ്യുന്നത് അതുപോലെ ഞങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നീ എന്തിനാ ഇത് പറയുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു ഒരു ഇന്ത്യൻ പൗരനാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങൾ കാണും. ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയും. കമൻ്റ് ഇടുന്ന പലർക്കും ഉള്ള പോലെ തന്നെ നമുക്കും പല അഭിപ്രായങ്ങളുണ്ട്. നമ്മളിവിടെ കണ്ടൻറ്റ് നോക്കി ഒരു സാധനവും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടൻറ്റിന് ഒരു ക്ഷാമവും ഇല്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ ദിവസവും വീട്ടുജോലികൾ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ആ വീട്ടുജോലി ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ആക്കി ഇടുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റിന് വേണ്ടി ഞങ്ങളൊരു വീഡിയോ എടുത്ത് ചെയ്തിടുന്നില്ല. ഒന്നും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ കണ്ടൻറ്റ് ക്ഷാമം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി അടുപ്പിലോട്ട് വെച്ചു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3 കറിവേപ്പില എടുത്തായിരുന്നല്ലോ, 2 ഉള്ളൂ, ബാക്കി ഇവിടെ പോയി. അപ്പം ഇന്ന് ഞാൻ ഉള്ളി മുളകും ഇട്ടതാണ് കേട്ടോ മീൻ കറി വയ്ക്കുന്നത്. ഉള്ളി മുളകും മീൻ കറിയാണ് വെക്കുന്നത്. അതുകൊണ്ട് അധികം ചാറ് വേണ്ട. പിന്നെ അഴുതക്കൂര എടുത്തേക്കുന്നത്. അപ്പം അഴുതക്കൂര നന്നായിട്ട് ഉടയും. അതുകൊണ്ട് ചാറ് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പീസായിട്ട് പറക്കി എടുക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ചാറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഉടഞ്ഞു പോവും. നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഫുള്ള് ഉടഞ്ഞ് മുള്ളു മാത്രമേ കിട്ടത്തുള്ളൂ, മാംസം കാണത്തില്ല. അപ്പം പിന്നെ ഒഴിച്ചറിക്ക് ഒരിച്ചിരി കിഴങ്ങറി ഇരിപ്പുണ്ട്, ഒരു ശകലം കിഴങ്ങറിയുണ്ട്. ഞാൻ വിചാരിച്ചു ഒരിച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കാമെന്ന്. എന്നിട്ട് ഒഴിച്ചറിക്ക് അതും എടുക്കാം, മീൻകറി ഇതുമായിട്ട് എടുക്കാം, ഒരു ചെറിയ തോരൻ വയ്ക്കാം. സമയം ഇപ്പം 2:30 ആയി കേട്ടോ. എൻ്റെ ജോലിയൊക്കെ ഇനിയും കിടക്കുവാണ്. പെരയ്ക്കെല്ലാം തൂത്ത് കൊടുക്കണം. മുറ്റം തൂത്തിട്ടില്ല, കോഴികൾക്ക് തീറ്റ കൊടുത്തില്ല, മുയലിന് തീറ്റ കൊടുത്തില്ല. അങ്ങനെ പണി ഒരുപാട് കിടക്കും. അപ്പം ഇവിടെ ഇത് ചെയ്തിട്ട് ബാക്കിയുള്ള ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. കൂട്ടുകാരെ, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ സമയം 4:20 ഇപ്പോഴാണ് എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞത്. ഇനി ഞാൻ അടുക്കളയ്ക്ക് മൊത്തം തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അടുക്കളയ്ക്ക് എല്ലാം എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സെറ്റ് ചെയ്ത് ഇത് നമ്മളിന്ന് വാങ്ങിച്ച കിറ്റാണ്. അപ്പം ഞങ്ങളുടെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇതായിരിക്കുന്ന ഫ്രിഡ്ജ്. അപ്പോൾ പച്ചക്കറി എല്ലാം ഇങ്ങനെ ഞാനാണെങ്കിൽ ഒരു ഇതിനകത്ത് വെച്ച് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് ഡെയിലി എടുത്ത് ഉപയോഗിക്കാം. അപ്പം ഇവിടെ വയ്ക്കുമ്പോൾ ഡോറയ്ക്കും എടുക്കാൻ പറ്റും. നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഡോറയ്ക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ ഡോറയ്ക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ കറിവേപ്പാണ്. അപ്പം അടുക്കളയ്ക്കാവും നമ്മൾ പാത്രമെല്ലാം കഴുകി വെച്ചു. ഇനിയെന്ന് വെച്ചാൽ ഞാൻ പാത്രം കഴിയപ്പോഴത്തേക്ക് ഫുള്ള് ചെളിയായി തറയിലെല്ലാം, കണ്ടില്ലേ. ഇനി തറയെല്ലാം തൂക്കാൻ പറ്റില്ല. ആദ്യം തുടച്ച് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞു. പക്ഷെ മിറ്റം എനിക്ക് തൂക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി മിറ്റം തൂക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗബ്രൂട്ടൻ എനിക്ക് നല്ല പണി തന്നത് കണ്ട, തറ മൊത്തം കിടക്കുന്നുണ്ട്. ഇനി തറ ഫുള്ള് വൃത്തിയാക്കണം.
എനിക്കറിയാൻ മേല, എനിക്കിന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടില്ല, ഒന്ന് ഇത്തിരി നേരം ഇരുന്നില്ല ഇവിടെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് കുളിച്ചൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. അടുക്കളപ്പണി നിസ്സാരമാണെന്ന് പറയുന്നവരടുത്ത് എൻ്റെ അമ്മോ. ഇന്നത്തെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയ്ക്ക് എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. എല്ലായിടവും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹാളിനകവും അതുപോലെ തന്നെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. എല്ലായിടവും വൃത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി കുളിക്കുക, അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുക. നമ്മുടെ പ്രെയർ അവിടെ ചെയ്യുന്നത് വിളക്ക് കത്തിക്കുക, അതുപോലെ തന്നെ കുളിക്കുക. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. സമാധാനം. ഇനി ഇച്ചിരി നേരം എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് പിന്നെ പ്രിൻസ് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പ്രിൻസ് ആണെങ്കിൽ എനിക്ക് മിറ്റം പ്രിൻസ് അതിനെ തൂത്ത് വൃത്തിയാക്കിയത്. അങ്ങനെ എൻ്റെ എല്ലാ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പരിപാടി ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.